لا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا وطمأنوا بها والذين هم من آياتنا غافلون. صدق الله مولانا الكريم. ബഹുമാനികളായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ പുണ്യമായ സദസ്സിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ നാം ഒരുമിച്ച് കൂടി അതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ മജ്‌ലിസിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന മുത്തഅല്ലിമുകളുടെ, ഉസ്താദുമാരുടെ, ഉമ്മമാരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ കുടുംബത്തിലും മക്കളിലുമൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, കുടുംബജീവിതം അനിവാര്യമാണ് എന്ന വിഷയത്തിലൂന്നിയുള്ള കുടുംബ സംഗമത്തിലാണ് നമ്മളുള്ളത്. കുടുംബം എന്ന് പറയുന്ന ഈ സംവിധാനം മനുഷ്യരായ നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്, സൗഭാഗ്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു തആല അതിൽ ബർക്കത്തും അനുഗ്രഹവും നൽകുമാറാവട്ടെ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന നിലവാരം നാം തിരിച്ചറിയേണ്ടതും ആ നിലയ്ക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതും അനിവാര്യമാണ്. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെങ്കിലും നമ്മളാരും മണ്ണല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മണ്ണിനതീതമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രൂപപ്പെടുത്തിയതിന് ശേഷം സുമ്മ സബ്ബാഹു വനഫഖ ഫീഹി മിൻ റൂഹിഹി, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിലേക്ക് റബ്ബ് തആല അവൻ്റെ ലോകത്ത് നിന്ന്, ആലമുൽ അംറിൽ നിന്ന്, ആലമുൽ അർവാഹിൽ നിന്ന് ഒരാത്മാവിനെ നമ്മിലേക്ക് അല്ലാഹു തആല സംവിധാനിച്ചതോടുകൂടെ, സന്നിവേശിപ്പിച്ചതോടുകൂടെ നമ്മൾ ദേഹവും ദേഹിയും കൂടിയ ഒരു പ്രത്യേക സൃഷ്ടിയായി മാറുകയാണ്. നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നാം ഈ ലോകത്ത് ജീവിക്കുന്നതും ഈ നിലയിലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതുമൊക്കെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ഈ ശരീരത്തിന് ഒരുപാട് പ്രത്യേകതകളും വിശേഷണങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നൽകിയെന്ന് മാത്രമല്ല, ഈ മനുഷ്യരായ നമ്മെ അല്ലാഹു തആല ഏറ്റവും നമുക്ക് ചിന്തിക്കാൻ പോലും ആധുനിക ലോകത്ത് 21-ാം നൂറ്റാണ്ടിലെ ഇലക്ട്രോ ടെക്നോളജിക്കൽ ഏജിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് അല്ലാഹു തആല നമ്മിലൂടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അല്ലാഹു തആല നമുക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും അതേപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനസ്സും, അതേപോലെ വൽ അഫ്ഇദ, ഏറ്റവും വലിയ ലോകത്ത് ഇന്നും ശാസ്ത്ര ലോകത്തിന് പോലും ഏറ്റവും വലിയ അത്ഭുതമായ, എന്തെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യന്റെ തലച്ചോറെന്ന് പറയുന്ന സാധനം, 1400 ഗ്രാം തൂക്കമുള്ള, 85% വെള്ളമുള്ള ഒരു തലച്ചോറ് വല്ല അഫ്ഇദ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്നു. ഇത് ചെറിയൊരു അനുഗ്രഹമല്ല. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ഗവേഷണം നടക്കുന്നതും ഈ സാധനത്തെ കുറിച്ചാണ്. ഞാൻ നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോർട്ടെക്സ്. ബുദ്ധിയും ചിന്തയും ബോധവും ജാഗ്രതയും ഓർമ്മയും ഒക്കെ കൊണ്ടു നടക്കുന്നതും നിയന്ത്രിക്കുന്നതും സൂക്ഷിക്കപ്പെടുന്നതുമൊക്കെ മനുഷ്യ ശരീരത്തിലെ തലച്ചോറിലെ
ഈ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്താണത്രേ. എന്നാൽ ആ കോർട്ടെക്സ് ആണ് നമ്മളെ ഈ നിലയിൽ സംസാരിക്കാനും അതേപോലെ തന്നെ ജീവിതത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് അവസരം നൽകുന്നത്, കഴിവ് നൽകുന്നത് ആ കോർട്ടെക്സ് ആണ്. അതില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കും. കോർട്ടെക്സ് നശിച്ചാലും മനുഷ്യൻ മരിക്കില്ല. മരം ജീവിക്കുന്നത് പോലെ അവൻ ജീവിക്കുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ കോർട്ടെക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആ കോർട്ടെക്സിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഒരു ഭാഗം. ഈ ഭാഗം മനുഷ്യ ശരീരത്തിലെ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് വളരുന്നത് നമ്മൾ ജനിച്ചു വന്നപ്പോഴുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ഇത് ക്രമമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച നമ്മുടെ ഈ പറയുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഭാഗം തലച്ചോറ് വളരുന്നത് ഏകദേശം 30 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് അതിന്റെ വളർച്ച പൂർത്തിയാക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെയും നിൽക്കില്ല, അപ്പോഴും അതിന്റെ വളർച്ച പൂർത്തിയാകില്ല. പുരുഷന്മാരിൽ സാധാരണയായിട്ട് 30 വയസ്സ് വരെ നീണ്ടുപോകാം അതിന്റെ വളർച്ച എന്നാണ് പറയപ്പെടുന്നത്. അത് വളർന്ന് പൂർണ്ണ വളർച്ചയെത്തുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടത് വേണ്ട വിധം മനസ്സിലാക്കുവാനും യുക്തിഭദ്രമായ തീരുമാനങ്ങളിൽ എത്തുവാനും വേണ്ടത് വേണ്ടപ്പോ വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആ മേഖല തലച്ചോറിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഭാഗം ശരിയായ രൂപത്തിൽ വികസിച്ചു വരുമ്പോഴാണ് മനുഷ്യൻ ആ നിലയിലുള്ള കഴിവുകൾ ഉണ്ടാകുന്നത്, നമുക്ക് കാര്യഗ്രഹണ ശേഷി ഉണ്ടാവുന്നത്, ശ്രദ്ധയുണ്ടാവുന്നത്, അതേപോലെ ഏകാഗ്രത ഉണ്ടാവുന്നത്, ക്രിയേറ്റിവിറ്റി, ജീവിത കാര്യങ്ങളിലുള്ള പ്രവർത്തന ശേഷി നമുക്കുണ്ടാകുന്നതൊക്കെ ഇത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ടാണ്. ഇത് കുട്ടികൾക്ക് ആ രൂപത്തിൽ വളർച്ച പ്രാപിക്കൂല. ഒരു 15 വയസ്സായ കുട്ടിക്ക് ആ കുട്ടിയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവില്ല എന്നാണ് ഈ ശാസ്ത്രം നമ്മളോട് പറയുന്നത്. നമുക്ക് ആ നിലയിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും വ്യവസ്ഥാപിതമായി എടുക്കുന്ന തീരുമാനങ്ങൾ യുക്തിഭദ്രമാക്കാനൊക്കെ കഴിയണമെങ്കിൽ 20-25 വയസ്സിന്റെ അപ്പുറം എത്തുമ്പോഴാണ് തലച്ചോറിന്റെ ഈ ഭാഗം പൂർണ്ണതയിലെത്തുന്നതും വളർച്ചയെത്തുന്നതും അതിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നതും ഒക്കെ അപ്പോഴാണ്. അതുവരെ നമ്മൾ കുട്ടികളാണ്, കഴിവ് കുറഞ്ഞവരാണ്, കാഴ്ചപ്പാടില്ലാത്തവരാണ്, വസ്തുനിഷ്ഠമായ വിഷയങ്ങൾ ഗ്രഹിച്ചെടുക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയാത്തവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ വിചാരം ഇന്ന് 15-20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ, ഒരു യുവാവിന്റെ, ഒരു യുവതിയുടെ വിചാരം എന്ന് പറയുന്നത് എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയൊക്കെ അതൊക്കെ തന്ത വൈബുകളാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല, അവരുപദേശിക്കുന്നത് ശരിയല്ല, അവര് പറയുന്നത് ഇന്നത്തെ ലോകത്തിന് പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് കുട്ടികൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? ഇവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സും വികസിക്കാത്തത് കൊണ്ടാണ്. സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാപ്പ എന്ന് പറയുന്ന ആൾക്ക് BA സർട്ടിഫിക്കറ്റ് ഇല്ല, ഡിഗ്രി പാസ്സായ ആളല്ല, യോഗ്യതകളില്ല, പക്ഷെ 10-60 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് അയാൾ ഈ ലോകത്ത്. ആ അറിവ് വലിയൊരു അറിവാണ്. ആ അറിവിലൂടെയാണ് സത്യത്തിൽ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ വ്യാപ്തി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് 10-60 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ആ കിട്ടുന്ന അറിവിലൂടെയാണ്. അതിനാണ് അറിവെന്ന് പറയുക. അല്ലാതെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പേരിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് അടിച്ചിറക്കിയിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ് അറിവ് എന്ന് മനസ്സിലാക്കുന്ന ആധുനിക തലമുറയുടെ, പുതിയ യുവത്വത്തിന്റെ, അല്ലെങ്കിൽ Z കാറ്റഗറിയിൽ ജീവിക്കുന്ന പുതിയ തലമുറയുടെ ഈ ജനറേഷന്റെ വൈകല്യം എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ് എന്നതാണ് ഏറ്റവും വലിയ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയ്ക്ക് ജീവിതത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ദിശാബോധം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കേരളീയ സമൂഹം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പുരോഗതി നേടി എന്ന് പറയുന്ന കേരളീയ സമൂഹത്തില് ഒരു കൊല്ലം 2,20,000 ആളുകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് അത്ര. ഒരു വർഷത്തിൽ 2,20,000 ആളുകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ദിവസം 600 ആൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഓരോ ദിവസവും. പക്ഷെ 570 ആളുകൾക്ക് ചാവാൻ അറിഞ്ഞുകൂടാ.
ചാകണമെങ്കിലും ആണല്ലോ ഒരു ധൈര്യവും കഴിവും പ്രാപ്തിയും ഒക്കെ. അതിനറിയാത്തത് കൊണ്ട് 570 ആളും ആത്മഹത്യാ ശ്രമത്തിൽ പരാജയപ്പെടുന്നു, 30 ആളുകൾ വിജയിക്കുന്നു. അങ്ങനെ ഒരു വർഷം 2023 10,724 പേരും 2024 10,779 പേരും ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. 2025 കണക്ക് പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ആത്മഹത്യകൾ പെരുകുകയാണ്. ഈ ഒരു മാസം, ജനുവരി മാസത്തിന്റെ ആരംഭം മുതലുള്ള വാർത്തകൾ, ഞാൻ ആകെ ഒരു പത്രമേ വായിക്കാറുള്ളൂ. ആ പത്രത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ഏതാനും വാർത്തകൾ ഞാൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കൊല്ലത്ത് സായി ഭവൻ നടത്തുന്ന ഹോസ്റ്റലിൽ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതായി കാണപ്പെട്ടു. 2 പെൺകുട്ടികൾ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് ജനുവരി 16 തീയതിയാണ്. കല്ലടിക്കോട് വ്യാസവിദ്യാപീഠത്തിലെ RSS നടത്തുന്ന വ്യാസവിദ്യാപീഠത്തിലെ +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് മരിച്ചതായി കാണപ്പെട്ടത് 22/1/26 ഈ മാസം 22 തീയതിയാണ്. അതേപോലെ അവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ പീഡനത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യക്ക് വിധേയരാകുന്നു, അല്ലെങ്കിൽ ചാവുന്നു. ഇതൊക്കെ സ്ഥിര സംഭവമാണ്. മലമ്പുഴയിലുള്ള വിദ്യാർത്ഥികളെ ഒരു സംസ്കൃത അധ്യാപകനായ അനിൽ എന്ന് പറയുന്നവൻ ഒരുപാട് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചത്, ആദ്യം മദ്യം നൽകിയിട്ടാണ് കുട്ടികളെ അദ്ദേഹം പീഡിപ്പിച്ചത്. അദ്ദേഹം അറസ്റ്റിലായത് ഈ കഴിഞ്ഞ ജനുവരി 4 തീയതിയാണ്. ആ നിലയിൽ ഓരോ ഭാഗത്ത് കൽപ്പറ്റയിൽ ഒരു പെണ്ണ് അവളുടെ കാമുകന്റെ ഉമ്മാനെ കത്തിയെടുത്ത് കുത്തിയ ആ പെണ്ണ് തീർത്ത എന്ന് പറയുന്ന ആ പെൺകുട്ടി ഉദ്ദേശിച്ചത് എന്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത്? ഇതൊക്കെയാണ് ഇന്ന് ലോകം. നമ്മുടെ നാട് ഇതാണ്. നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നതും ഇതാണ്. 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി മാതാപിതാക്കളും പോലീസും കുടുംബക്കാരൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടും അവരെല്ലാവരും അറിഞ്ഞപ്പോൾ അതിൽ ഒഴിഞ്ഞു മാറാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും 16 വയസ്സുള്ള കാമുകനോട് കൂടെ വീണ്ടും ലഹരിക്കടിമയായ കാമുകന്റെ കൂടെ പോയതും അവൻ കൈ കൂട്ടിക്കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയിട്ട് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതും പാണ്ടിക്കാടിന് വാണിയമ്പലത്തിന്റെ അടുത്ത് നടന്ന ഈ മാസം നടന്ന സംഭവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവൻ എന്തിനാണ് ആ പെൺകുട്ടിയെ പ്രേമിച്ചത്? ഇതിന് പ്രേമമെന്നാണോ പറയുക? 2 കൈയും കൂട്ടിക്കെട്ടിയിട്ട് വായിൽ തുണി തിരുകി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന, കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന പണിക്ക് പ്രേമം എന്നാണ് മലയാളത്തിൽ ഇപ്പൊ പേര്. ഇതാണ് ഇന്നത്തെ കേരളീയ സമൂഹം. നമ്മുടെ സമുദായവും ഇതിൽ പെട്ടുപോവുകയാണ്. എത്ര ഗൗരവത്തോടു കൂടെയാണ് ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ കണ്ടറിയേണ്ടത്, നമ്മൾ നിരീക്ഷിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യൻ, നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന കേടെന്താ? അവരുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ തലച്ചോറ് വികസിച്ചിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കൗമാരപ്രായക്കാർക്ക് വന്നിട്ടില്ല എന്നത് ശാസ്ത്രം പറയുന്നത് അതുപോലെ നമുക്ക് അംഗീകരിക്കേണ്ടി വരികയാണ്. പക്ഷെ മാതാപിതാക്കൾ പറയുന്നത്, ഉസ്താദുമാര് പറയുന്നതൊക്കെ തന്തവൈബ്, ഇപ്പൊ അങ്ങനെയാ പേര്, അതൊക്കെ തന്തവൈബാണ് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞതെങ്കിൽ ഇവർക്കൊന്ന് പഠിച്ചുകൂടായിരുന്നോ? We can smash an atom, but we cannot smash prejudice. ഇവർ ധരിച്ചു വെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തെ, കുടുംബത്തെ, നാടിനെ, സമുദായത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ശരീര സുഖങ്ങളിൽ അഭിരമിക്കുന്നത് ബുദ്ധിയും വിവരവുമല്ല, അത് മൃഗീയതയാണ്. ആ മൃഗീയതയാണ് നമ്മുടെ കുട്ടികളെ ഇന്ന് ഭരിക്കുന്നത്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്ന ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ലൈഫ് ഈസ് എ എൻഡ്ലെസ് പെയിൻ വിത്ത് പെയിൻഫുൾ എൻഡ്. ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമുള്ള ഒന്നല്ല. വേദനകൾ, ഒരുപാട് വേദനകളും യാതനകളും പ്രോബ്ലംസുകളും നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് അത്തരം ഒരു ജീവിതം, ആ വേദനകളും യാതനകളും ഏറ്റെടുക്കാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവുക എന്നതാണ് വിവാഹം കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ അടിമയാക്കുക എന്നല്ല. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങള്, മാനസികമായ സംഘർഷങ്ങള്, വേദനകള്, അത് പങ്കുവെക്കാൻ ഒരാണിനൊരു തുണയായിട്ട് ഒരു പെണ്ണ്, ഇങ്ങനെ ഒരു ആണും പെണ്ണും വൈവാഹിക ജീവിതത്തിലൂടെ ഒന്നാകുന്നതോടുകൂടെ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കാൻ, സമാധാനത്തിലാക്കാൻ, പ്രശ്നമില്ലാത്തൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെന്നത് കൊണ്ടാണ് ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം നമുക്ക് അനിവാര്യമായി വരുന്നത്. അതുകൊണ്ടാണ് അസ്മാ ബിൻത്
ഖാരിജത്ത് റളിയല്ലാഹു അൻഹ തന്റെ മകളെ കെട്ടിച്ചയക്കുമ്പോ ഉമ്മ മകളോട് പറഞ്ഞൊരു വാക്ക് ഇമാം ഗസാലി ഇഹിയയിൽ ഉദ്ധരിക്കുന്നുണ്ട്. കൂനി ലഹു അർള, മോളെ നീ നിന്റെ ഭവനത്തിലേക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ നീ അവന് എല്ലാം സ്വീകരിക്കുന്ന ഭൂമിയെ പോലെ ക്ഷമയുള്ള ഒരു ഭൂമിയായി മാറാൻ, ഭൂമിയെ പോലെയായി മാറാൻ നിനക്ക് കഴിയണം മോളെ. അങ്ങനെ നീ ആയാൽ യകുല്ലക്കി സമാ, നിനക്കവൻ എല്ലാ തണലും നൽകുന്ന ഭർത്താവായിട്ട്, ആകാശമായിട്ട്, തണലായിട്ട് ആ ഭർത്താവ് നിനക്ക് മാറും. കൂനിലഹു ബിഹാദ, നീ അവന് ആശ്വാസം നൽകുന്ന, അവന് സന്തോഷം നൽകുന്ന ഒരു തൊട്ടിലായി നീ മാറിയാൽ യകുല്ലക്കി ഇമാദ, നിന്നെ തളരാതെ, നിന്നെ വീഴാതെ കാക്കുന്ന തൂണായിട്ട് നിന്റെ ഭർത്താവ് മാറും മോളെ എന്ന് ഉപദേശിക്കുന്ന ഒരു ഉമ്മയെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ നിലയിലുള്ള ഒരു താങ്ങും തണലും സമാധാനവുമായി മാറാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയുന്ന ഒരവസ്ഥ ഇന്ന് നമുക്കില്ലാതായി പോയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം ഒരവസ്ഥ ഇല്ലാതായാൽ നശിക്കുന്ന നമ്മുടെ കുടുംബങ്ങളാണ്. കുടുംബം എന്ന മലയാള വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ്. ആ ഇമ്പം നഷ്ടപ്പെടാൻ പാടില്ല. കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകാൻ പാടില്ല, പൊട്ടിത്തെറി ഉണ്ടാവാൻ പാടില്ല. ഇമ്പം ഉണ്ടാവണം. സ്നേഹത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്ന മക്കളായി, മാതാപിതാക്കളായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ, മാതൃകാപരമായ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും വിഷയാവതരണങ്ങളിലും ഒക്കെ അതിന് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ ഉൾക്കൊള്ളണമെന്നും സ്വീകരിക്കണമെന്നും ക്ഷമയോടുകൂടെ കേട്ടിരുന്നു.